ഞാനിത് പ്രിവ്യൂ കഴിഞ്ഞപ്പോൾ കണ്ടപ്പോൾ തിയേറ്റർ ഓഡിയൻസിലൂടെ കാണുമ്പോൾ കുറച്ചുകൂടെ ഭയങ്കര സ്പെഷ്യലായിട്ടുണ്ടായിരുന്നു. ഭയങ്കര സന്തോഷം. നല്ല റെസ്പോൺസ് ആണ്. ഇനി നിങ്ങൾ പറയണം ബാക്കി. ഇഷ്ടപ്പെട്ടോ? നിങ്ങൾ പറയാം, ഏത് മൂഡ്? ഓക്കെ, ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട്? നിങ്ങൾ പറയും എങ്ങനെയുണ്ട്? നല്ലതാണ്, അല്ല ആ വൈബ് കാണാനല്ലേ എല്ലാരും ചിരിക്കായിരുന്നു. കുറെ പാട്ടുകളൊക്കെ ഇഷ്ടപ്പെട്ടില്ലേ? കുറെ പാട്ടുകളുണ്ടായിരുന്നു. അല്ല നിങ്ങൾക്ക് എന്നൊക്കെ മനസ്സിലാവുള്ളൂ അവിടുന്നുള്ള ചിരികള് വൈബ് ഓളൊക്കെ തിയേറ്ററിൽ ഉണ്ടായിരുന്നു. അതെ, നമ്മള് ഫസ്റ്റ് ടൈമാണ് ഓഡിയൻസിന്റെ കൂടെ ഇരുന്ന് കാണുന്നത്. ഇന്നലെ നമ്മൾ മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം നമുക്ക് എന്താ പറയാ, നിങ്ങൾ ശരിക്കും കാണാൻ നമുക്ക് ഭയങ്കര സന്തോഷം. നമ്മുടെ ഹീറോ ആൻഡ് ഹീറോയിൻ ഈ നായക പരിവേഷാണ്, എങ്ങനെയുണ്ട് തോന്നുന്നു? അല്ല, ഞാനിത് ഇന്റർവ്യൂസിൽ എല്ലായിടത്തും പറഞ്ഞാണ്, ഇതൊരു എന്നെ മുന്നിൽ നിർത്തിയെങ്കിലും ഇത് എല്ലാവരുടെയും സിനിമയാണ്. അപ്പോൾ ആ രീതിയിൽ എല്ലാവരും അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും സ്പേസ് ഉണ്ട്. സോ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. ഈ താരങ്ങളാൽ സമ്പന്നമായ ഒരു ഫിലിമാണ് അത്. നായക വേഷത്തിൽ എത്തുമ്പോൾ അതെങ്ങനെ ഭയങ്കര സന്തോഷം. അതിൽ കൂടുതൽ ഇപ്പൊ ഞാനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം സിനിമ കണ്ടിട്ട് ഓഡിയൻസ് ആണ് പറയേണ്ടത്. അതിനുവേണ്ടി വെയിറ്റിംഗ് ആണ്. ഇന്നും നാളെ ഞങ്ങൾക്ക് എന്താണ് അവരുടെ അഭിപ്രായം, ഇഷ്ടപ്പെടുമായിരിക്കും വിചാരിക്കും. ഓഫീസർ സാർ രണ്ടു വാക്ക് പറയും. കലക്കിയിട്ടുണ്ട്, കലക്കി പൊളിച്ച്. നല്ല കുറെ എക്സ്പ്രഷൻസ് ഒക്കെ അതിൽ വരുന്നുണ്ട്. ഭയങ്കര ഭയങ്കര അതിന് ചിരിക്ക് ചിരിയുണ്ട്, ത്രില്ലിംഗ് മോഡുകളുണ്ട്, ആക്ഷൻ ഉണ്ട് അല്ലേ, ബാബു ചേട്ടന്റെ കാര്യങ്ങൾ നമ്മളെല്ലാവരും ഹ്യൂമറൊക്കെ നന്നായി വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. അടിപൊളി അടിപൊളി. സംശയം തീർന്നു. പടം കയറി വിജയിക്കട്ടെ. എന്താടാ, ഞങ്ങൾ ഇന്നലെ കണ്ടായിരുന്നു ഒന്ന് കുറച്ച് പേരായിട്ട്. ഇന്നാണ് ആദ്യമായിട്ട് ഇരുന്നിട്ട് എല്ലാവരും കൂടിയും കാണുന്നത്. അപ്പോൾ ഓഡിയൻസിന്റെ അടുത്ത് നിന്ന് കാണുമ്പോൾ നിങ്ങൾ കൈയടിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഓരോ തമാശയ്ക്ക് നിങ്ങൾ ചിരിക്കുമ്പോൾ നിങ്ങൾ റിയാക്ഷൻസ് ഇടുമ്പോൾ നമുക്കത് ഭയങ്കര സന്തോഷം തോന്നി. അതായത് ഓക്കെ വർക്ക് ആവുന്നുണ്ട് എന്നുള്ളൊരു സാധനം നമുക്ക് ഭയങ്കരമായിട്ട് തോന്നി. അപ്പോൾ ഞങ്ങൾ ആക്ച്വലി സെക്കൻഡ് ഹാഫ് ഒക്കെ ആയപ്പോഴത്തേനും അവിടെ നിന്ന് പറയുന്നു ഓക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് നിങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ഇനി ബാക്കി നിങ്ങൾ കണ്ടില്ലേ, നിങ്ങൾക്ക് എന്താ തോന്നിയത്? ഹാപ്പി അല്ലേ? ആണോ? അതെ, ജീവയ്ക്കും പിന്നെ ആർക്കും അറിയാൻ ചേട്ടനും വേറെ കുറച്ച് പേർക്ക് മാത്രം ഇതിൽ മറ്റേ 48 ഫ്രെയിംസിൽ നല്ല കിടിലൻ സാധനങ്ങൾ വന്നിട്ടുള്ളൂ അല്ലേ? ജീവ എപ്പോഴും ഭയങ്കര ചിരിച്ച് കളിച്ചിരിക്കുന്ന ആളാണ്. ഓഫ് ദയില് കാണാം. അപ്പൊ ഇതില് ഭയങ്കര സീരിയസ് ആയിട്ട് ഫിഗർ പിടിച്ച് നിൽക്കണ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കുറച്ച് അല്ല, അത് ബിബിൻ നന്നല്ലേ. അപ്പം അത് അത്രയും വൃത്തിക്ക് ബിബി വിചാരിച്ച പോലെ ചെയ്തു കൊടുക്കണമെന്നുണ്ട്. പിന്നെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടണമെന്നുണ്ട്. അറിയത്തില്ല, നീ കണ്ടിട്ട് ഓരോരുത്തരായിട്ട് പറയട്ടെ നമ്മൾ ചെയ്തത് വർക്കായോ ഇല്ലയെന്ന് പ്രേക്ഷകരാണ് പറയേണ്ടത്. അത് സന്തോഷം. അങ്ങനെയാണ് മാത്രമേ ഇനി ഇതുപോലെയുള്ള പരിപാടികൾ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ആ കോൺഫിഡൻസ് കിട്ടുള്ളൂ. എന്തായാലും ഇതുവരെ കിട്ടിയ റെസ്പോൺസ് സന്തോഷം. ഇത് വലിയ പ്രേക്ഷകരിലേക്ക് എത്താൻ ഞാനും വെയിറ്റ് ചെയ്യണം. കുറേ ആൾക്കാർ സാഹസം കാണട്ടെ, റോണിയെ കാണട്ടെ, എല്ലാവരുടെ പെർഫോമൻസിനെ പറ്റി പറയട്ടെ, അതാണ് ആഗ്രഹം. കാട്ടുകോഴി രണ്ടു വാക്ക് പറയും. എന്ത് പറയാനല്ല, റെസ്പോൺസിൽ ഭയങ്കര ഹാപ്പിയാണ്. ഞങ്ങൾ ഇന്നലെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് എന്താണ് പറയുക, ഒരുപാട് സ്ഥലത്ത് എന്താ പറയുക ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പ്രേക്ഷകർ ഇത് ഭയങ്കര രസമായിട്ട് റെസ്പോൺസ് ചെയ്തു. അതിലൊരുപാട് സന്തോഷം. ഇനിയിപ്പോൾ എങ്ങനെയാണ് നിങ്ങളൊക്കെ കണ്ടിട്ട് പറയാം. ഇനിയിപ്പം നമുക്ക് എന്താ പറയുക, എനിക്ക് തിയേറ്ററിനകത്ത് ഇരുന്നപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. എന്താണെന്ന് വെച്ചാൽ പടം നമ്മൾ നേരത്തെ കണ്ടതാണ്. പക്ഷെ എപ്പോഴും നമ്മൾക്ക് അഭിനയിക്കുന്ന ആൾക്കാർക്ക്, അതിൻ്റെ പുറകിലുള്ള ആൾക്കാർക്ക് എപ്പോഴും ജഡ്ജ്മെൻറ്റും സംശയങ്ങളും ആയിരിക്കും. ഇത് വർക്കാവുമോ അത് വർക്കാവുമോ എന്നുള്ളത്. വിചാരിച്ചതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾക്ക് റെസ്പോൺസും കയ്യടിയും വന്നു. അത് ഒരുപാട് സന്തോഷം. ഇനി കൂടുതൽ ആൾക്കാർ കാണട്ടെ, കണ്ടിട്ട് അറിയിക്കട്ടെ. എന്നാലും മാമുണ്ണാൻ പറ്റുള്ളൂ. അടുത്ത ആളുടെ എടാ, എന്റെ ജീവിതം തന്നെ റെഫറൻസ് അതൊക്കെ എഴുതിയുണ്ടാക്കിയതല്ലേ. എന്തായാലും അത് ബാക്കി ഇനിയും കാണട്ടെ. കേരളത്തിൽ ഇനിയിപ്പം ഇന്ന് വൈകുന്നേരം ആകുമ്പോൾ എന്താണ് റെസ്പോൺസ് എന്ന് നോക്കാം. ഇവിടെ എന്തായാലും വനിതയില് ഈ ഷോയ്ക്ക് സക്സസ് ആണ്. അല്ല, അത് ഓരോരുത്തർ ഭാഗത്ത് ആടിന്റെ ഷൂട്ടിലാണ്. അങ്ങനെ ഓരോരുത്തർ ബാബുചേട്ടൻ US-ലാണ്, പലരും സ്ഥലത്തില്ല. പക്ഷെ അവരെല്ലാവരെയും വിളിച്ച് പറയും ഒന്ന് തിയേറ്ററിൽ ഒന്ന് പടം കാണണം എന്നുള്ളത്. കാരണം ഭയങ്കര രസമാണ്. ഇത്രയും ഓഡിയൻസിന്റെ റെസ്പോൺസ്
ഭയങ്കര ഹാപ്പിയാണ്, ഒരുപാട് സന്തോഷം. ഉണ്ട് ഉണ്ട്, അത് നമ്മൾ ട്രെയിലറിൽ എല്ലാവരെയും കാണിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ഒന്നും സസ്പെൻസ് ഒന്നുമില്ല, പിന്നെ ആ മൊമെന്റ്സ് ആണ് എന്തായാലും കാണട്ടെ. ഹൃദയത്തിന്റെ റെസ്പോൺസ് വെച്ചിട്ടുണ്ട് പന്നിപ്പുള്ളി എന്ന് പറഞ്ഞാൽ അജിത് ചേട്ടനെ കൊടുക്കാനുള്ള അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ അത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു വാക്കല്ലേ പന്നിപ്പുള്ളി എന്ന് പറയുന്നത്. ഹൃദയത്തിലാണ് ഫസ്റ്റ് ഒന്നുമില്ല, നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. ഹൃദയത്തിലായിരിക്കും സിനിമയിൽ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എന്തായാലും അടിപൊളി. ഹാപ്പിയാണ്. നമ്മൾ ഹാപ്പിയാണ്. മീൻ പ്രേക്ഷകർ ചിരിയും കൈയടിയൊക്കെ വരുന്ന കണ്ടു. അപ്പോൾ അതുകൊണ്ട് സന്തോഷമുണ്ട്, വർക്കൗട്ട് ആവുന്നുണ്ട് എന്നുള്ളതിൽ. ഇനി കൂടുതൽ പേരിലേക്ക് എത്തണമല്ലോ, അതറിയാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. ഓണചിത്രം മീൻ സെലിബ്രേഷൻ കൂടെ എല്ലാവർക്കും എൻജോയ് ചെയ്ത് എന്താ പറയുക എൻ്റർടൈൻ ആയിട്ട് കണ്ട് ഇറങ്ങാൻ പറ്റും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ വർക്കൗട്ട് ആയിട്ടുണ്ട്. ചിരിയും കേട്ടു. അതുപോലെ ജീവ എല്ലാവരും അടിപൊളിയായിട്ടില്ല. ജീവ എന്താ പറയുക, ജീവയുടെ സ്വാഗ് ഉണ്ട്, എൻട്രിയും എല്ലാം അടിപൊളിയായിട്ട്. എല്ലാവരും സബീഷ് ചേട്ടൻ, റംസാൻ, ഗൗരി, എല്ലാവരും ആർട്ടിസ്റ്റ്. നരേൻ ചേട്ടൻ വേറൊരു ട്രാക്കിലാണ് ക്യാരക്ടർ പോണത്. അത് ഈ പറഞ്ഞ പോലെ വർക്കായിട്ടുണ്ട്, അടിപൊളിയായിട്ട് വർക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. എല്ലാവരും തിയേറ്ററിൽ തന്നെ ഒന്ന് കാണും. ഫൺ മൂവി അടിപൊളി. സൂപ്പർ ഫൺ നല്ല പടം. പൊളിച്ചു അടിപൊളി. ഇറ്റ്സ് എ ഫൺ മൂവി. നല്ല മൂവി. അടിപൊളിയായിരുന്നു, കണ്ടിരിക്കാം. നല്ല പടമായിരുന്നു. ഒത്തിരി വെറൈറ്റി പടാ, സൂപ്പർ പൊളി. അല്ല, ഇതൊരു ക്രൗഡായിട്ടിരുന്ന് കാണേണ്ട പടം, അപ്പം വർക്കാവുന്നൊരു പടം. നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും കാണണം, കണ്ട അഭിപ്രായം പറയണം. കണ്ടോ പടം? കണ്ടോ? അങ്ങനെ വർക്കായോ? നല്ലായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇന്നാണ് എല്ലാവരും കൂടി ഇരുന്ന് കാണുന്നത്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും റിയാക്ഷൻസ് ഒക്കെ കാണുമ്പോൾ സന്തോഷമുണ്ട്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, പോയിട്ട് കാണാം. ഇനി വരുമല്ലോ, ഇനി എന്തെങ്കിലും ആ സിനിമ പോലെ അത്രയും വലിയതായിട്ടൊരു സിനിമ ഇനി കിട്ടുവാണെന്ന് എനിക്കറിയില്ല. പക്ഷേ വരുന്ന ക്യാരക്ടേഴ്സ്, ഇപ്പം ഇതിനകത്തുള്ള ഒരു ക്യാരക്ടർ നല്ലൊരു ക്യാരക്ടറായിരുന്നു. അതുപോലെ ഇനി ഇതുപോലെ ഉള്ള നല്ല ക്യാരക്ടേഴ്സ് കിട്ടുവാണെങ്കിൽ ചിലപ്പോൾ ആ ഇമേജ് മാറുമായിരിക്കും. അല്ല, ചൂസി ആവുന്നത് കൊണ്ടല്ല, നല്ല ക്യാരക്ടേഴ്സ് ഇങ്ങോട്ട് വരാത്തത് കൊണ്ടാണ്. ഞാനിപ്പം അത്രയും ചൂസി ആയിട്ട് ഞാൻ ഇരിക്കുന്ന ഒരാളല്ല. എന്നുവെച്ചാൽ നല്ല ക്യാരക്ടേഴ്സ് വരും, ഇത് ഒട്ടും വരുന്നില്ല എന്നല്ല. എന്നുവെച്ചാൽ ഇത്രയും കുറച്ച് ഇമ്പോർട്ടൻസ് ഉള്ളൊരു ക്യാരക്ടർ ആവണമല്ലോ. അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും പറയല്ലോ, പട്ടാളം പോലൊരു സിനിമ ചെയ്തിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സിനിമ ചെയ്തു എന്ന് ചോദിക്കും. അതുകൊണ്ടാണ്. പ്രായം തന്നെ എന്നോട് ചോദിക്കണം അല്ലേ? ഞാൻ എൻ്റെ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റൈലിൽ അതെ, സെറ്റ് സാസിലായിരുന്നു. അതെ 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 അതെ. അല്ല, എനിക്ക് ത്രൂ ഔട്ട് എപ്പോൾ കിട്ടുന്ന ക്യാരക്ടേഴ്സും അങ്ങനെയാണ്. എൻ്റെ പ്രായത്തിനെക്കാട്ടിലും കൂടുതലാണ്. പക്ഷെ ഇതിനകത്ത് ഈ ഒരു മൂവിയിലാണ് എൻ്റെ ഏജ് പ്ലേ ചെയ്യാൻ എനിക്ക് പറ്റിയത്. അതിൽ ഒരുപാട് സന്തോഷം. എന്താ പറയണ്ടത്, സൂപ്പർ ഹിറ്റ്. ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് ഈ സാഹസം എന്ന് പറഞ്ഞ സിനിമ, കാരണം അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള സിനിമ. ഗാനങ്ങളാകട്ടെ, ആക്ഷനാകട്ടെ, കോമഡി ആകട്ടെ, എല്ലാവർക്കും മനസ്സുറന്ന് ഇരിക്കാൻ പറ്റിയൊരു സിനിമയാണ് സാഹസം. മലയാളക്കരയുടെ ആഘോഷമാണ് ഓണം. ആ ഓണത്തിന് തുടക്കം കുറിച്ച്, കാരണം ഓണത്തിന് ഒരുപാട് സിനിമകൾ ഇറങ്ങുന്നുണ്ട്. ഈ സിനിമ അതുവരെ അത് കഴിഞ്ഞും പോകും, കാരണം അത്രയ്ക്കും നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് സിനിമ. മുൻകാലങ്ങളിൽ പ്രിയദർശൻ വെച്ചുള്ള ഒരു സിനിമ, നമുക്ക് ഓരോ കണക്റ്റ് ആയിട്ടുള്ള ഒരു കോമഡികൾ എല്ലാം അത് ഈ കാലഘട്ടത്തിൽ വിപിൻ കൃഷ്ണൻ എന്ന് പറഞ്ഞ ഡയറക്ടർ ചെയ്തിരിക്കുന്നു. അദ്ദേഹം തന്നെയാണ് ഇതിൻ്റെ കഥ എഴുതിയേക്കുന്നത്. എന്തായാലും ഇതിൻ്റെ ഒരു സെക്കൻഡ് പ്രതീക്ഷിക്കാമെന്നുള്ള ഇതിൽ അവർ നിർത്തിയിട്ടുണ്ട്. സെക്കൻഡ് വരുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ പാട്ടൊക്കെ പൊളിയല്ലേ, പാട്ട്, ആക്ഷൻ, കോമഡി, ഒന്നും പറയാം. എല്ലാവരും അഭിനയങ്ങൾ തന്നെ, അഭിനയങ്ങൾ ഏറ്റവും പ്രധാനം, ഒക്കെ തകർത്തിട്ടുണ്ട്. ആയാലും ഓണത്തിന് തുടക്കം കുറിക്കുന്ന ഒരു സിനിമയായിരിക്കും ഈ സാഹസം എന്ന സിനിമ. ഒന്നും സംശയമില്ല. അതിൽ പടത്തിൽ നമുക്ക് എൻഗേജിങ് ആയിട്ട് BGM വൈസ് നല്ല രസമായിട്ട് എൻഗേജിങ് ഉണ്ടായിരുന്നു. അതുകൂടാണ്ട് ലാസ്റ്റ് ഫൈറ്റ് നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഓവറോൾ ഇറ്റ്സ് എ ഗുഡ് വാച്ച്. എല്ലാവരും പോയി കാണുക. ഈ ഓണം അടിപൊളിയായിട്ട് അവർ എടുത്തു വെച്ചിട്ടുണ്ട്, ബിബിൻ ചേട്ടനോട് എസ്പെഷ്യലി. പിന്നെ അതുകൂടാണ്ട് റംസാനിക്ക, നരേൻ ചേട്ടൻ എല്ലാവരും തകർത്തിട്ടുണ്ടായിരുന്നു. ബാബു ആന്റണി സാറ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായി. ഹരി, എല്ലാവരും നല്ല രസമായിട്ടാണ് എല്ലാവരും ചെയ്തേക്കുന്നത്. അടിപൊളി മൂവിയായിരുന്നു. എന്തായാലും ഒരു ലൈക്ക് നെഗറ്റീവ് പറയാനായിട്ട് ഒന്നുമില്ല. മസ്റ്റ് വാച്ച് മൂവിയാണ്, അടിപൊളി മൂവിയാണ്. കോംബോ അടിപൊളിയാണ് എല്ലാം. എനിക്ക് എടുത്തു പറയാനാണെങ്കിൽ റംസാൻ്റെ പെർഫോമൻസ്, പുള്ളിയുടെ ഫൈറ്റ് എല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ എടുത്തു പറയാനൊരു കാര്യം കൂടെ ഉണ്ട്, ഞങ്ങളുടെ ടീം സൂപ്പർ 35 ആയിരുന്നു പ്രൊഡക്ഷൻ ചെയ്തത്. എസ്പെഷ്യലി ആ ഓണം മൂഡ് മൂവി സോങ് ഇല്ലേ, അത് അടിപൊളിയായിരുന്നു.
മസ്റ്റ് വാച്ച് ആണെന്ന് തന്നെ ഞാൻ പറയും. കാരണം ഒരു നെഗറ്റീവും പറയാനില്ല, ഒരു ലാഗും ഇല്ല, ഒന്നുമില്ല. അടിപൊളി മൂവി, മസ്റ്റ് വാച്ച്. പടം കണ്ടു. നന്നായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. 2 മണിക്കൂർ ഓഫ് റിയൽ എൻഗേജ്മെന്റ്, എൻജോയ്മെന്റ്, റിയൽ ഫൺ. ഡെഫിനറ്റ്ലി മസ്റ്റ് വാച്ച്. റംസാൻ നല്ലതായിരുന്നല്ലോ. ഓൾവേസ് റംസാൻ എല്ലാവരും നല്ലായിരുന്നു. പൊതുവേ എല്ലാവരും അവരുടെ റോൾ നന്നായിട്ട് ചെയ്തു. ജീവ നല്ല ചെയ്തിരിക്കുന്നു. എല്ലാം പൊതുവേ പറഞ്ഞു. അപ്പോൾ ജീവയൊക്കെ എക്സലൻ്റ് ആയിട്ട് നെഗറ്റീവിലേക്ക് ചെയ്തു. നരയൻ നല്ലതായിരുന്നു, സിജിൻ നല്ലതായിരുന്നു, എല്ലാവരും നല്ലതായിരുന്നു. തസ്ലീം, എവരി വൺ ഹാസ് ഡൺ അത്. ബാബു ആന്റണി, ഗൗരി, എവരി വൺ. ഞാൻ പറഞ്ഞ 2 hours ഓഫ് റിയൽ എൻഗേജ്മെന്റ്, എൻജോയ്മെന്റ്, മസ്റ്റ് വാച്ച്. 2 hours വന്ന് തിയേറ്ററിൽ വന്ന് കാണേണ്ട പടമാണ്. എന്നിട്ട് ആ പാട്ടുകളും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും എഡിറ്റിങ്ങും എല്ലാം എവറിഥിങ് വാസ് എക്സലൻറ്റ്. സോ റിയൽ ഗുഡ് മേക്ക്. ബിപിൻ ഹാസ് ഡൺ എ വണ്ടർഫുൾ ജോബ്. നന്നായിരിക്കും. അടിപൊളിയല്ലേ പാട്ടൊക്കെ? എല്ലാവരും അവരവരുടെ റോള്, ആരെയും മോശം പറയാനില്ല. എല്ലാവരും അവരവരുടെ പാട്ട് നന്നായിട്ട് ചെയ്യും. സെക്കൻഡ് ഹാഫ് കൂടുതൽ ഇഷ്ടപ്പെട്ടു എന്ന് കുറേ പേര് ആയിട്ട് പറയുന്നു. ഭയങ്കര സന്തോഷം. അതൊക്കെ തന്നെയാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അത് വർക്കായി എന്ന് പറയുന്നതിൽ വലിയ സന്തോഷം. അപ്പോൾ നിങ്ങളൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം. ഓക്കെ. കണ്ടു. അടിപൊളി, ഭയങ്കര സൂപ്പർ. പാട്ട് ഇഷ്ടപ്പെട്ടു, കോമഡി ഇഷ്ടപ്പെട്ടു, അടി ഇഷ്ടപ്പെട്ടു, എല്ലാം ഇഷ്ടപ്പെട്ടു. ഉറപ്പായിട്ടും ഒരു 2-2.5 മണിക്കൂർ ഔട്ട് ആൻഡ് ഔട്ട് എൻ്റർടൈൻമെൻറ്റ് തരും. ഹാപ്പി ആയിട്ടിരിക്കാം, ചില്ലായിട്ടിരിക്കാം, കൂളായിട്ടിരിക്കാം. വേറെ പ്രത്യേകിച്ച് വലിയ സംഭവങ്ങളൊന്നുമില്ല. ഹാപ്പി ആയിട്ട് കുറേ പാട്ടും അടിയും ഫണ്ണും സോങ്ങും ഒക്കെ ആയിട്ട് അങ്ങ് പോകും. സിനിമ നമുക്ക് ഓൾറെഡി സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ നമുക്ക് അറിയാമായിരുന്നു, അടിക്കുന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. നമ്മൾ ഭയങ്കര രസമായിട്ട് ചെയ്തൊരു സിനിമയാണ്. അതിൻ്റെ ഔട്ട്പുട്ട് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് ഇറങ്ങി വരുന്ന കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. നമ്മൾ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരു സെലിബ്രേഷൻ മൂഡ് പടമാണ്. കണ്ട് എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് ചിരിച്ച് ത്രൂ ഔട്ട് ചിരി ഉണ്ടായിരുന്നു അല്ലേ? തിയേറ്ററിൽ നല്ല ചിരി ഉണ്ടായിരുന്നു. ഞാനും ഇടയ്ക്ക് കയറിയായിരുന്നു. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ചിരിക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര ഹാപ്പി ആയിട്ടാണ് എല്ലാവരും ഇറങ്ങി വരുന്നത്. ക്ലൈമാക്സ് ഒക്കെ വർക്കൗട്ട് ആയിരുന്നു. മൊത്തത്തിൽ വർക്കൗട്ടാണ്. സോങ് നന്നായിരുന്നു. ആദ്യത്തെ സോങ് അല്ലാതെ മറ്റേ സോങ് ഒക്കെ വർക്കൗട്ട് ആയിട്ടുണ്ടായിരുന്നു അല്ലേ തിയേറ്ററിൽ? അടിപൊളി പടമായിരുന്നു. ഇറ്റ് വാസ് ഗുഡ്. എല്ലാവരുടെ ആക്ടിങ് എല്ലാം അടിപൊളിയായിരുന്നു. എസ്പെഷ്യലി റംസാൻ ആൻഡ് എവറിബഡി, they did really good. And നല്ല കോമഡി ആൻഡ് എവറിത്തിങ് വാസ് സോ ഗുഡ്. എസ്പെഷ്യലി there were so many influencers ഉണ്ടായിരുന്നു. എല്ലാവരും it was good, really good. നല്ല പടമായിരുന്നു, എൻ്റർടൈനിങ് ആയിരുന്നു. ആക്ച്വലി നല്ല പടമാണ്. കമ്പാരിറ്റീവ്ലി വിത്ത് ഗുഡ് മെസ്സേജ് ആൻഡ് ഓൾ. ഫ്രണ്ട്സും ഫാമിലിയായിട്ട് എല്ലാവരായിട്ട് കണ്ടിരിക്കാൻ ഇറ്റ്സ് വെരി എൻ്റർടൈനിങ് മൂവി. ഒരു രക്ഷയില്ല. മസ്റ്റ് വാച്ച്. പടം അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. എല്ലാവരും വന്ന് സിനിമയിൽ തിയേറ്ററിൽ വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സിനിമയാണ്. ഫാമിലി എൻ്റർടൈനറാണ്. സൂപ്പർ. നന്നായിട്ട് ശബരിയൊക്കെ നന്നായിട്ട് അടിപൊളിയായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. വെറൈറ്റി ആയിട്ട് ചെയ്തേക്കുന്ന ഒരാളെന്ന് വെച്ചാൽ നരനാണ്. എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സൂപ്പർ മൂവിയാണ്, മസ്റ്റ് വാച്ചാണ്. തീർച്ചയായിട്ടും എൻജോയ് ചെയ്യാൻ പറ്റും. എല്ലാ സോങ്ങും, നമ്മുടെ സോങ് ഓൾറെഡി നമ്മൾ എല്ലാം നല്ല ഹിറ്റായിട്ടുള്ള സോങ് ആയിരുന്നു. സൂപ്പർ മൂവി, എല്ലാവരും വന്ന് കാണും. നല്ല പടമായിരുന്നു. എല്ലാവരും കാണണം. കോമഡിയാണ്, ഫൈറ്റുണ്ട്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. നല്ല പടമാണ്, സൂപ്പർ പടമാണ്. എല്ലാവരും നന്നായിട്ട് ചെയ്തു. പടം അടിപൊളിയായിരുന്നു. ഫുള്ളി പാക്ഡ് എൻ്റർടൈനർ. ഫാമിലിയോടൊപ്പം വന്നിരുന്ന് കാണാൻ ഒരുപാട് നാളുകൾക്ക് ശേഷം മലയാള സിനിമയ്ക്ക് കിട്ടിയ ഒരു മൂവിയാണിത്. ഹ്യൂമർ ആൻഡ് ഹൊറർ ബ്ലെൻഡഡ് ബ്യൂട്ടിഫുള്ളി. ഇതെല്ലാത്തിനുപരി ഒരു സ്റ്റോറിയിൽ നിന്ന് മറ്റേ സ്റ്റോറിയിലേക്ക് ഇങ്ങനെ പോകുന്ന കാരണം നമുക്ക് ബോറടിക്കുകയില്ല. കുടുംബസമേതം വന്ന് കാണണം. ഒരു ചെറിയ റോൾ ചെയ്യാൻ എനിക്കും ഭാഗ്യം കിട്ടി. താങ്ക് യു സോ മച്ച്. അതെ, ഞാൻ അവരുടെ റെസ്പോൺസ് അറിയാനാണ് എല്ലാവരുടെ ഒപ്പം ഫസ്റ്റ് ഷോയ്ക്ക് തന്നെ വന്നത്. സോ മച്ച് എക്സൈറ്റഡ്. പടം ഇറങ്ങി, ആൾക്കാരൊക്കെ ആഘോഷിച്ചു തുടങ്ങി. ഇനിയും കാണാത്ത പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? ഓണത്തിന് വന്ന് കാണുക, ഫാമിലി ആയിട്ട് വരിക. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ബാക്കിയെല്ലാം നിങ്ങളുടെ കയ്യിലാണ്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.
പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.